ഹായ് ഫ്രണ്ട്സ്, സമയം ഇപ്പോൾ കൃത്യം 4 മണി കഴിഞ്ഞിട്ടുണ്ട്. ഈ വെളുപ്പാങ്കാലത്ത് ഞാൻ എത്തി നിൽക്കുന്നത് ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ നഗരമായ കന്യാകുമാരിയിലാണ്. അതിരാവിലെ എണീക്കുകയാണെങ്കിൽ അതിമനോഹരമായ സൂര്യോദയം കാട്ടിത്തരാം എന്നുള്ള ടൂർ ഗൈഡിൻ്റെ നിർദ്ദേശമനുസരിച്ച് നമ്മളെല്ലാവരും അതിരാവിലെ തന്നെ എണീച്ചിതാ റെഡിയായി സൺറൈസ് പോയിന്റിലേക്ക് നടന്നിട്ടുണ്ട്. ടൂർ ഗൈഡ് പ്രത്യേകം പറഞ്ഞത് അത്രയും മനോഹരമായ കാഴ്ചയാണ്, ആൾക്കാർ അത്രയും ഉണ്ടാകും. അപ്പോൾ നമ്മൾ എത്രയും നേരത്തെ നമുക്ക് പോകാൻ പറ്റുമോ അത്ര നേരത്തെ നമ്മൾ എണീക്കണം, എന്നിട്ട് നമ്മൾ അവിടെ പോയി സ്ഥാനം പിടിക്കണം എന്നൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന നമ്മൾ, അതായത് സൂര്യൻ ഉദിച്ച് അതിൻ്റെ മണ്ടയിലെത്തിയാൽ പോലും എണീക്കാത്ത എന്നെപ്പോലുള്ള ആൾക്കാർ എൻ്റെ കൂട്ടത്തിൽ ഇഷ്ടംപോലെ ഉണ്ടാകും. അവരൊക്കെ ഈ ഒരു മനോഹരമായ കാഴ്ച, ഈ സൂര്യോദയം കാണണം എന്നുള്ള ഒറ്റ ഇതിൽ എണീച്ച് റെഡിയായി എല്ലാവരും നല്ല അടിപൊളിയായി വന്നിരിപ്പുണ്ട് കേട്ടോ. വളരെ ആകാംക്ഷാഭരിതരായിട്ടാണ് കേട്ടോ എല്ലാവരും ഇരിക്കുന്നത്. കാര്യം ജീവിതത്തിൽ ആദ്യമായിട്ട് ഇത്ര അതിമനോഹരമായിട്ട് സൺറൈസ് ദർശിക്കാൻ വേണ്ടി പോവുകയാണല്ലോ, അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ. അങ്ങനെ സമയം 6 മണിയായി, 6:30 6:45 കഴിഞ്ഞു. ഇപ്പോൾ ഇതാ പട്ടാപ്പകൽ 7 മണിയായിട്ടുണ്ട്. ഇത്രയും നല്ല വെളിച്ചം വന്നതുകൊണ്ട് തന്നെ സൂര്യൻ ഉദിച്ചില്ല എന്നുള്ളത് നമുക്ക് ആർക്കും തന്നെ പറയാൻ വേണ്ടി പറ്റത്തില്ല. കാരണം നമ്മളിവിടെ വന്നതിന് ശേഷം വെളിച്ചം വരുന്നു എന്നുള്ളത് മാത്രമല്ലാതെ സൂര്യൻ ഉദിച്ചിറങ്ങുന്നത് നമ്മൾ ആരും കണ്ടില്ല എന്നുള്ളതാണ് കേട്ടോ വാസ്തവം. ഇത്രയും ടൈമായിട്ടും ഇവിടുത്തെ ആൾക്കാർ പിരിഞ്ഞു പോകുന്നില്ല. ചെറിയ രീതിക്ക് നമുക്ക് ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പം കാണാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പം സൂര്യൻ ഉദിച്ചാലും അത് വെള്ളത്തിൽ വരച്ച വലയൊക്കെ പോലെ തന്നെ ആയിരിക്കും കേട്ടോ. കാരണം ഇത്രയും വെളിച്ചത്തിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു ഇത് കാണുമ്പോൾ നമുക്കത് വലിയ പുതുമയായിട്ട് തോന്നില്ല. കാരണം നമ്മൾ ഇതിൻ്റെ ചെറിയ രീതിക്കുള്ളതൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നതാണല്ലോ. നല്ല രീതിക്ക് ആ ഒരു ഇരുട്ടുള്ള സമയത്ത് കാണുന്നതും ഇതുപോലെ വെളിച്ചമുള്ള സമയത്ത് കാണുന്നതും രണ്ടും രണ്ടല്ലേ. അപ്പം ഇതിനിടയ്ക്ക് നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ആൾക്കാർ അവിടെ ഇരുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് റിജുവാട്ടൻ പറഞ്ഞത്, നല്ല അടിപൊളി സൂര്യോദയം കാണണമെങ്കിൽ നീ രാവിലെ എൻ്റെ വീട്ടിലെ വയൽ, അതായത് കുറ്റിപ്പുറത്തുള്ള വയലിൽ വന്നാൽ മതി, എന്നാൽ കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ തമാശയൊക്കെ പറഞ്ഞ് നമ്മൾ അടുത്തത് എന്തായാലും സൂര്യോദയമോ കാണാൻ വേണ്ടി പറ്റിയില്ല. ഇനി നമ്മൾ വിവേകാനന്ദ പാറ കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനു മുന്നോടിയായിട്ട് സൂര്യോദയത്തെക്കുറിച്ച്, അതായത് വിവേകാനന്ദ പാറയ്ക്കും തിരുവള്ളൂർ പ്രതിമയ്ക്കും ഇടയിലൂടെ സൂര്യൻ ഉദിച്ചുയരുന്ന അതിമനോഹരമായ ആ സൂര്യോദയ കാഴ്ച ബംഗാൾ ഉൾക്കടൽ, അറബിക്കടൽ, ഇന്ത്യൻ മഹാസമുദ്രം എന്നിവ ചേരുന്ന ത്രിവേണി സംഗമത്തിൽ നിന്ന് ദർശിക്കുന്നത് അവിസ്മരണീയമായ ഒരു അനുഭവമായതുകൊണ്ട് തന്നെ നിർഭാഗ്യവശാൽ നമുക്കത് കാണാൻ സാധിച്ചില്ല എന്നുള്ളതുകൊണ്ടും, ഒരുപക്ഷെ നമുക്ക് ഈ ഒരു വർണ്ണാഭമായ കാഴ്ച കാണാൻ സാധിച്ചിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും അതിൻ്റെ വിഷൻ എന്നുള്ളത് കൂടെ നിങ്ങൾക്ക് വേണ്ടി ഞാനിവിടെ ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് വിവേകാനന്ദ പാറ സന്ദർശിക്കാനുള്ള ക്യൂവിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇതിൽ തന്നെ 2 ടൈപ്പ് ക്യൂ ഉണ്ട്. അതായത് നമ്മളിപ്പോൾ എടുത്തേക്കുന്നത് 100 റുപ്പീസിൻ്റെ ലൈനാണ്. അതുപോലെ തന്നെ 300 റുപ്പീസിൻ്റെ ലൈനും നമുക്ക് തൊട്ടപ്പുറത്തായിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു 300ൻ്റെ ലൈൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ക്യൂ വളരെയധികം പെട്ടെന്ന് നീങ്ങും. പക്ഷേ എനിക്ക് അതിൽ വലിയ വ്യത്യാസം ഇന്നത്തെ നമ്മൾ പോയ ദിവസം തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഏതാണ്ട് നമ്മളെ ക്യൂ നീങ്ങുന്ന പോലെ തന്നെയാണ് അവരുടെ ക്യൂ നീങ്ങുന്നുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് ഈ 100 റുപ്പീസിൻ്റെ ലൈൻ എടുത്തു എന്നുള്ളത് കൊണ്ട് തന്നെ എവിടെയും സ്റ്റക്ക് ആവേണ്ട ഒരു ഇതും ഉണ്ടായിരുന്നില്ല. ബോറടിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് മൂവ് ആകുന്ന ഒരു ക്യൂ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോയ്സ് നിങ്ങൾക്ക് എടുക്കാം. അതായത് 100 റുപ്പീസിൻ്റെ എടുക്കണോ, അതായത് VIP അതായത് 300ൻ്റെ എടുക്കണോ എന്നുള്ളത്. കരയിൽ നിന്നും അല്പം മാറി കടലിൽ സ്ഥിതി ചെയ്യുന്ന ഈ പാറയുടെ അടുത്ത് എത്തിച്ചേരാൻ ടൂറിസം ബോർഡ് നടത്തുന്ന പതിവ് ഫെറി സർവീസ് വഴി സന്ദർശകർക്ക് പാറ സ്മാരകത്തിൽ എത്തിച്ചേരാം. കന്യാകുമാരിക്ക് കന്യാകുമാരി എന്ന പേര് വന്നത് അവിടുത്തെ പ്രസിദ്ധമായ കന്യാകുമാരി ഭഗവതി ക്ഷേത്രത്തിൽ നിന്നാണ്. ഭഗവാൻ ശിവനെ വിവാഹം കഴിക്കാനായി ആദിപരാശക്തിയായ ദേവി ശ്രീ പാർവതി ബാലാംബികയായി അവതരിച്ച് ഈ സ്ഥലത്ത് തപസ് ചെയ്തു എന്നതാണ് ഹൈന്ദവ വിശ്വാസം. കന്യകയായ ദേവി കുടികൊള്ളുന്ന സ്ഥലം എന്ന അർത്ഥത്തിലാണ് കന്യാകുമാരി എന്ന പേര് ഈ സ്ഥലത്തിന് ലഭിച്ചത്. അങ്ങനെ നമ്മൾ അപ്പുറത്തേക്ക് പോകാനുള്ള ഫെറി സർവീസ് എടുത്തിട്ടുണ്ട്. നമുക്ക് എന്തുകൊണ്ടും വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെയായിരുന്നു ഈ ഒരു ചുറ്റിലും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. എവിടെ തിരിഞ്ഞു കഴിഞ്ഞാലും നല്ലൊരു വ്യൂ. അപ്പോൾ നമ്മൾ നല്ല രീതിക്ക് ആസ്വദിച്ചിട്ട് അവിടത്തേക്ക് പോവുകയാണ്. നമുക്ക് എത്തേണ്ട സ്ഥലം അതാണ് കേട്ടോ.
ശാന്തമായ കടൽക്കാറ്റിനും നൃത്തം ചെയ്യുന്ന തിരമാലകൾക്കുമിടയിൽ ഒരു പാറയുണ്ട്. അത് വളരെ നിഗൂഢവും മനോഹരവുമാണ്. ഈ നാടിൻ്റെ ആത്മീയ തിളക്കം ലോകത്തിനു മുന്നിലെത്തിച്ച ഇന്ത്യയിലെ ഏറ്റവും മഹാനായ സന്യാസിക്കുള്ള സ്മാരകമാണത്. വിവേകാനന്ദപ്പാറ സ്മാരകം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന വിനോദസഞ്ചാര ആകർഷണങ്ങളിലൊന്നായ വിവേകാനന്ദപ്പാറ മെമ്മോറിയൽ വൻകരയിൽ നിന്നും ഏകദേശം 500 മീറ്റർ അകലെ കടലിൽ ഒരു പാറയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1892 ഡിസംബർ 23, 24, 25 തീയതികളിൽ സ്വാമി വിവേകാനന്ദൻ കന്യാകുമാരി സന്ദർശിക്കുകയും കടൽ നീന്തി ഈ പാറയിലെത്തി 3 ദിവസം ധ്യാനത്തിലിരിക്കുകയും ചെയ്തുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഭാരതത്തിൻ്റെ പുനരുത്ഥാനത്തിനായുള്ള വഴികൾ തേടുകയും തൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് വ്യക്തത നേടാനുമാണ് സ്വാമി വിവേകാനന്ദൻ കന്യാകുമാരിയിലെ കടലിലുള്ള പാറയിൽ തപസ്സിരുന്നത്. അങ്ങനെ നമ്മൾ വിവേകാനന്ദ പാറയിലേക്ക് നടന്ന് കയറുകയാണ്. ഒരു പ്രത്യേക തരം വൈബ് തന്നെയാണ് കേട്ടോ. ശാന്തമായ കടൽക്കാറ്റും അങ്ങനെയൊക്കെ ആയി ഒരു വേറെ ലെവലാണ് ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേക്കും. ഇവിടെ ഇതുവരെ വരാത്തവരാണെങ്കിൽ തീർച്ചയായും ഒരു വട്ടമെങ്കിലും ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് തന്നെയാണ് കേട്ടോ എനിക്ക് പറയാനുള്ളത്. ഇതിനുള്ളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മളെ ചെരുപ്പൊക്കെ പുറത്ത് വെച്ചിട്ട് വേണം കയറാൻ. അതിനുള്ളിലേക്ക് ചെരുപ്പ് ഇടാൻ വേണ്ടി പറ്റത്തില്ല. നീലത്താമരയൊക്കെ ഇതാ വിരിഞ്ഞ് ഒരുപാട് ഇവിടെ നിൽപ്പുണ്ട്. ഞാനൊക്കെ ഫസ്റ്റ് ടൈമാണ് നീലത്താമര നേരിട്ട് കാണുന്നത്. വിവേകാനന്ദൻ ഈ പാറയുടെ മേലെ തപസ്സിരുന്നതിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ ഭാരതത്തിൻ്റെ ഭൂത വർത്തമാന ഭാവി കാലങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ഭാരതത്തിൻ്റെ പതനത്തിനുള്ള കാരണങ്ങളും അതിനെ പഴയ പ്രതാപത്തിലേക്ക് എങ്ങനെ തിരികെ കൊണ്ടുവരാമെന്നും അദ്ദേഹം ആഴത്തിൽ ചിന്തിച്ചു. ഒരു പുതിയൊരു ദർശനം നേടാൻ, അതായത് ഭാരതത്തിലെ ദരിദ്രരും അവഗണിക്കപ്പെടുന്നവരുമായ ജനകോടികളുടെ ഉന്നമനത്തിനായി തൻ്റെ ജീവിതം സമർപ്പിക്കുവാനുള്ള ദൃഢനിശ്ചയം അദ്ദേഹം കൈക്കൊണ്ടത് ഈ തപസ്സിലൂടെയാണത്രേ. ലോകത്തിന് മുഴുവൻ സനാതന ധർമ്മത്തിൻ്റെയും മാനവികതയുടെയും സന്ദേശം നൽകാനുള്ള ആത്മീയമായ ഉൾക്കാഴ്ചയും ശക്തിയും അദ്ദേഹം നേടിയത് ഈ പാറയിലിരുന്നാണ്. ഈ ചരിത്രപ്രസിദ്ധമായ ധ്യാനത്തിൻ്റെ ഓർമ്മയ്ക്കായാണ് ഇന്ന് കന്യാകുമാരിയിൽ വിവേകാനന്ദ പാറ സ്ഥിതി ചെയ്യുന്നത്. വിവേകാനന്ദ സ്വാമികളുടെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്ന വിവേകാനന്ദ മണ്ഡപമാണ് മുഖ്യ ആകർഷണം. സന്ദർശകർക്ക് ധ്യാനിച്ചിരിക്കാനുള്ള ധ്യാന മണ്ഡപവും ഇതിനോടനുബന്ധിച്ചുണ്ട്. ധ്യാന മണ്ഡപം ഇന്ത്യയിലെ വിവിധ ക്ഷേത്ര നിർമ്മാണ രീതി സമന്വയിപ്പിച്ച് ഉണ്ടാക്കിയതാണ്. ബംഗാൾ ഉൾക്കടലും അറബിക്കടലും ഇന്ത്യൻ മഹാസമുദ്രവും യോജിച്ച് ഒന്നായിത്തീരുന്ന മഹത്തായ ത്രിവേണി സമുദ്ര സംഗമം ഇവിടെ നിന്നും ദർശിക്കാവുന്നതാണ്. പാറയിലെ മുഖ്യമായ 2 നിർമ്മിതികൾ വിവേകാനന്ദ മണ്ഡപവും ശ്രീപാദ മണ്ഡപവും എന്നിവയാണ്. തിരുവള്ളൂർ സ്റ്റാച്യു ഇവിടുത്തെ മറ്റൊരു പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ്. ഇതിലെ ശ്രീപാദ പാറയെക്കുറിച്ച്, അതായത് ദേവി കന്യാകുമാരി ഒറ്റക്കാലിൽ നിന്ന് തപസ്സനുഷ്ഠിച്ചിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്ന ശ്രീപാദ പാറ വിവേകാനന്ദ പാറയിലുള്ളതാണ്. ദേവിയുടേതെന്ന് വിശ്വസിക്കപ്പെടുന്ന പാദമുദ്ര അഥവാ ശ്രീപാദം ഇപ്പോഴും ഇവിടെ പൂജിക്കപ്പെടുന്നു. ഐതിഹ്യമനുസരിച്ച് പരമശിവനെ ഭർത്താവായി ലഭിക്കുന്നതിനായിട്ട് ഈ പാറയിലാണ് ദേവി കഠിന തപസ് അനുഷ്ഠിച്ചത്. പിന്നീട് ഭഗവാൻ ശിവൻ ദേവിയുടെ ആഗ്രഹം മനസ്സിലാക്കി വിവാഹത്തിനായി ശുചീന്ദ്രത്തേക്ക് എത്തിയെങ്കിലും നിശ്ചിത മുഹൂർത്തത്തിൽ അവിടെ എത്താൻ സാധിച്ചില്ലെന്നും തുടർന്ന് ദേവി കന്യാകുമാരിയിൽ തന്നെ കുമാരിയായി കുടികൊണ്ടു എന്നുമാണ് വിശ്വാസം. നിങ്ങളിപ്പോൾ കാണുന്നതാണ് കന്യാകുമാരിയിലെ ഗ്ലാസ് ബ്രിഡ്ജ് അഥവാ ചില്ലുപാലം. ഇന്ത്യയിലെ ആദ്യത്തെ കടലിന് മുകളിലൂടെയുള്ള ഗ്ലാസ് പാലമാണിത്. വിവേകാനന്ദ സ്മാരകത്തെയും തിരുവള്ളൂർ പ്രതിമയെയും ബന്ധിപ്പിച്ചുകൊണ്ട് കടലിന് കുറുകെയാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. അതിമനോഹരമായ ഈ പാലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പം 77 മീറ്റർ നീളവും 133 അടി ഉയരവുമുള്ള ഈ പാലത്തിന് 37 കോടി രൂപയാണ് നിർമ്മാണ ചെലവ്. തൂക്കുപാല മാതൃകയിൽ നിർമ്മിച്ച ഇതിൻ്റെ മധ്യഭാഗത്താണ് സുരക്ഷിതമായ കട്ടിയുള്ള ഗ്ലാസ് സ്ഥാപിച്ചിരിക്കുന്നത്. കടൽക്ഷോഭം മൂലം ബോട്ട് സർവീസുകൾ തടസ്സപ്പെടുന്ന സമയങ്ങളിൽ വിവേകാനന്ദ പാറയിൽ നിന്നും തിരുവള്ളൂർ പ്രതിമയിലേക്ക് സഞ്ചാരികൾക്ക് എളുപ്പത്തിൽ നടന്നു പോകാൻ ഈ പാലം സഹായിക്കുന്നു. ഈ ബ്രിഡ്ജിൽ ഗ്ലാസ് വരുന്ന പോർഷനിലൂടെ നമുക്ക് കൃത്യമായിട്ട് കടലിനെ വീക്ഷിക്കാൻ വേണ്ടി പറ്റുന്നത് കൊണ്ട് തന്നെ താഴോട്ടേക്ക് നോക്കുമ്പം എന്തെന്നില്ലാത്തൊരു ഭയമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ സ്റ്റാച്യു കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. നമ്മുടെ കൂടെ വന്നവരൊക്കെയും ഈ മേലോട്ട് നോക്കി അതിശയിച്ച് നിൽക്കുന്നത് തിരുവള്ളുവരുടെ ഈ ഒരു ഭീമമായ പ്രതിമ കണ്ടിട്ടാണ്. തത്വചിന്തകനും സ്വഭാവശുദ്ധിയുമുള്ള തമിഴ് കവിയും തിരുക്കുറലിൻ്റെ എഴുത്തുകാരനുമായ തിരുവള്ളുവരുടെ 133 അടി ഉയരമുള്ള ശില്പമാണ് തിരുവള്ളുവർ പ്രതിമ അല്ലെങ്കിൽ വള്ളുവർ പ്രതിമ.
ബംഗാൾ ഉൾക്കടലും അറേബ്യൻ കടലും ഇന്ത്യൻ മഹാസമുദ്രവും സംഗമിക്കുന്ന ഈ മനോഹര തീരത്ത് ഇന്ത്യൻ ശില്പിയായ ഡോക്ടർ വി ഗണപതി സ്ഥാപതിയാണ് തിരുവള്ളുവരുടെ ഈ പ്രതിമ നിർമ്മിച്ചത്. അങ്ങനെ തിരുവള്ളുവരുടെ പ്രതിമയും വീക്ഷിച്ചതിന് ശേഷം നമ്മളിതാ തിരിച്ച് ഗ്ലാസ് ബ്രിഡ്ജ് വഴി തിരിച്ചു പോകാൻ ഒരുങ്ങുകയാണ് കേട്ടോ. അടിപൊളിയാണ് താഴത്തെ വ്യൂ എങ്കിലും താഴ്പോട്ട് നോക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. താഴത്തേക്ക് നോക്കുന്ന സമയത്തൊക്കെ നെഞ്ചിടിപ്പ് വല്ലാതെ കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മേലെ നിന്ന് നമുക്കൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി പറ്റത്തില്ല, കാരണം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി പാടില്ല എന്നുള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഫോട്ടോ ഒന്നും എടുത്തില്ല, നടന്നു പോകുന്ന ഇതിൽ വീഡിയോ മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ തിരിച്ചിറങ്ങി നമ്മളെല്ലാവരും എന്താ ചെരുപ്പൊക്കെ ഇട്ട് തിരിച്ച് പോകാൻ വേണ്ടി, അതായത് തിരിച്ച് ബോട്ടിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ധൻഷുവിൻ്റെ കയ്യിലുള്ള ഈ ഒരു തോക്കും അതുപോലെ അച്ഛൻ്റെ കൈമിൽ അവൻ്റെ ഒരു JCB ഒക്കെ ഇരിപ്പുണ്ട് കേട്ടോ. അതൊക്കെ അച്ഛൻ അവിടെ നിന്ന് നമ്മൾ സൂര്യോദയം കാണാൻ വേണ്ടി ഇരുന്നപ്പോൾ വാങ്ങിച്ചു കൊടുത്തതാണ് കേട്ടോ. അതിനാണെങ്കിൽ ഭയങ്കര സൗണ്ടുമായിരുന്നു കേട്ടോ. അങ്ങനെ തിരിച്ച് നമ്മൾ ഇതിലേക്ക് കയറിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തിരിച്ച് അപ്പുറത്തേക്ക് പോവുകയാണ്, കരയിലേക്ക് പോവുകയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടല്ലോ ഈ പച്ചവെള്ളം ഇങ്ങനെ പോകുന്നത് കാണാൻ വേണ്ടിയിട്ട്. ഈ പച്ചവെള്ളം ഇങ്ങനെ പോകുന്നത് വളരെ ഇതോടെ ആസ്വദിക്കാൻ വേണ്ടി പറ്റിയെങ്കിലും പൊതുവേ എനിക്ക് ഈ പച്ച നിറത്തിലുള്ള വെള്ളമൊക്കെ കാണുമ്പം ഒരു ഭയം ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ്, നിങ്ങൾക്ക് അങ്ങനെയുള്ളൊരു ഇതുണ്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ തീർച്ചയായും. ഫോറിനേഴ്സൊക്കെ ഇവിടെ നിത്യേന വന്നു പോകുന്നത് കൊണ്ട് തന്നെ ഇഷ്ടംപോലെ ഫോറിനേഴ്സും നമ്മുടെ കൂടെ തന്നെ യാത്രയിലുണ്ടായിരുന്നു. അവരെ ആണെങ്കിൽ ഷൂട്ട് ചെയ്യുന്ന ഏതോ ആൾക്കാരെയാണ് നിങ്ങളിപ്പം അപ്പുറം കണ്ടത് കേട്ടോ. അങ്ങനെ നമ്മളെ യാത്ര കരയോട് അടുത്തിരിക്കുകയാണ്. ഈ ഒരു ഇതിൽ നിന്ന് നമ്മൾ അങ്ങോട്ടേക്കൊക്കെ നോക്കുമ്പോഴുണ്ടല്ലോ ഒരു പ്രത്യേക തരം എന്താ പറയുക, നമ്മുടെ കണ്ണിനും മൈൻഡിനും ഒക്കെ ഒരു കുളിർമ തരുന്ന കാഴ്ചകളാണ് ഇതാ കണ്ടില്ലേ. അതിമനോഹരമായ കാഴ്ചയാണ് കേട്ടോ. അങ്ങനെ നമ്മളിതാ ഇറങ്ങിയിട്ടുണ്ട്. You're from Germany. Nice to meet you. അങ്ങനെ നമ്മളിതാ തിരിച്ച് വന്ന വഴിയിലൂടെ തന്നെ ഇറങ്ങാണ് കേട്ടോ. വന്ന വഴിയിലൂടെ നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ ആകെ മൊത്തം എന്താ പറയുക ഞെട്ടിപ്പോയതായിരുന്നു. കാരണം കണ്ടില്ലേ അത്രയും ക്രൗഡാണ് കേട്ടോ. ഇവിടെ ഫുള്ളായിട്ട് നിറഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ. ഇനി ചിലപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിക്ക് കഷ്ടപ്പെട്ടേനെ. നമ്മൾ ആ രാവിലെ സമയത്ത് എത്തിയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഇത്ര തിരക്ക് അപ്പോൾ അനുഭവപ്പെട്ടില്ലായിരുന്നു കേട്ടോ. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. ഹോട്ടൽ ശ്രീദേവി. അങ്ങനെ നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടലിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. നമ്മുടെ ബസ് ഇതാ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി വേണം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല പോലെ വിശക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. കഴിഞ്ഞ വായനശാലയുടെ ട്രിപ്പിനെ അപേക്ഷിച്ച് ഈ ഒരു വർഷത്തെ പാക്കേജ്, അതായത് ഈ ഒരു ടൂർ പാക്കേജ് ഉണ്ടല്ലോ, നല്ല അടിപൊളി സർവീസ് ആയിരുന്നു കേട്ടോ. അവരുടെ ഫുഡായാലും അവരുടെ ഗൈഡായാലും ഒക്കെ നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഇവിടെ എന്തായാലും എല്ലാവർക്കും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡിനൊക്കെ നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാൻ അങ്ങനെ 2-3 ഐറ്റംസ് ഉണ്ട് കേട്ടോ, വെറൈറ്റി. നല്ല അടിപൊളി ചായയൊക്കെ ആക്കി നമ്മളിതാ നല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണേ. ഇനിയും നമുക്ക് ഓരോരോ സ്ഥലങ്ങളിലേക്ക് പോകേണ്ടത് കൊണ്ട് തന്നെ പെട്ടെന്ന് ചായയൊക്കെ കുടിച്ച് നമ്മളിതാ ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയിട്ടാണുള്ളത്. ഒരുപാട് സാധനങ്ങളുണ്ട് നമുക്ക് ഇവിടെ നിന്ന് ഷോപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ നോക്കുകയാണ് കേട്ടോ നടന്നിട്ട്. വിശാലമായ ഒരു വലിയ ഏരിയ തന്നെ നമുക്ക് ഷോപ്പ് ചെയ്യാനുള്ള ഒരു സ്പേസ് ആണ് കേട്ടോ. എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇതിനൊക്കെ അത്യാവശ്യം ഇവിടെ റേറ്റ് കുറവുമാണ് കേട്ടോ. നമ്മൾ പിന്നെ ഞാനൊന്നും അധികം ഒന്നും വാങ്ങിച്ചില്ല. ഒരുപാട് പേരെന്തൊക്കെയോ വാങ്ങിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ സംഭവത്തിനൊക്കെ അത്യാവശ്യം ഇവിടെ നല്ല രീതിക്ക് റേറ്റ് കുറഞ്ഞ് കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കൊണ്ടുപോകേണ്ടതല്ലേ, തിരിച്ച് നമുക്ക് കൊണ്ടുപോകണം. അത്യാവശ്യം ചെറിയ രീതിക്ക് ഒരു റിസ്ക് ഒക്കെ ആണല്ലോ, അതുകൊണ്ട് നമ്മളൊന്നും വാങ്ങിക്കാനില്ല. ധൻഷു ബേബി ആണെങ്കിൽ കളിപ്പാട്ടം എവിടെയാണോ കാണുന്നത് അതിനു വേണ്ടിയാണ് നോക്കുന്നത്.
ഇതിന്ന് പോരാൻ നല്ല പോലെ വെയിലായിരുന്നു കേട്ടോ. അതിനുവേണ്ടി ഞാൻ തൊപ്പിക്കാണ് നോക്കുന്നത്. പക്ഷെ തൊപ്പി ഇവിടെ എവിടെയും കണ്ടില്ല കേട്ടോ. കണ്ടു, ആ സമയത്ത് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. കുറേ ഇങ്ങോട്ട് എത്തിയപ്പോഴാണ് ഒരു തൊപ്പി വാങ്ങിക്കാമെന്ന് കരുതി. പിന്നെ നോക്കിയപ്പോഴൊന്നും അങ്ങനെ കണ്ടില്ല. പിന്നെ നമ്മുടെ ഗേൾസിനൊക്കെ മെയിൻ അട്രാക്ഷൻ ഇതുപോലുള്ള ഫാൻസി കടകളൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ നമ്മളിതാ രമതേച്ചി ഒരു പാത്രമൊക്കെ പിടിച്ച് നടക്കുന്നുണ്ട്. അതിൽ ഓരോരോ സാധനങ്ങൾ പൊറുക്കി. ഞാനായാലും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഓരോന്ന് തപ്പി നടക്കുന്നുണ്ട്. ഇതാ ജസ് ഇവിടുന്ന് എന്തോ കാര്യമായിട്ട് തപ്പുന്നുണ്ട്. ഇവിടെ എത്തിയപ്പോൾ നമ്മൾ ഏതാണ്ട് കണ്ണൂരൊക്കെ പോയ അതേ അവസ്ഥയായിരുന്നു കേട്ടോ. അതായത് സ്ഥലമൊക്കെ വലിയ പരിചയമുള്ള പോലെയായിരുന്നു. ഇവിടെ നമുക്കൊന്നും സ്ഥലമൊന്നും അങ്ങനെ പരിചയം ഉണ്ടാകത്തില്ലല്ലോ. പക്ഷേ ഇവിടെ ഈ ഒരു എന്താ പറയുക, ഷോപ്പിങ്ങിന് ഇറങ്ങിയപ്പോൾ നമ്മൾ എന്താ പറയുക, നാട്ടിൽ കണ്ട പരിചയമില്ല എന്നുള്ള ഭാവത്തിൽ എല്ലാവരും എന്താ പറയുക ചന്നം പിന്നെ നടക്കുകയായിരുന്നു. എല്ലാവരും അവരവരുടെ വഴിക്കായിരുന്നു കേട്ടോ. പിന്നെ ഓരോരുടെ സ്ഥലത്ത് വെച്ച് ഒരാളെ കണ്ടെത്തുന്നു ഹായ് എന്നുള്ള ഭാവത്തിലായിരുന്നു. സാരി റേറ്റ് ഇതിനെത്രയോ? 200 രൂപ. 800. ഇത്രയും വലിയൊരു ഷോപ്പിംഗ് ഏരിയയിൽ ഈ ഒരു സംഭവമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ ഇല്ലാത്ത സാധനങ്ങളില്ല കേട്ടോ. എന്തൊക്കെയോ നമുക്കിതാ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഞാനിത് വോയിസ് കൊടുക്കുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ കണ്ടിട്ട് മനസ്സിലാക്കുന്നതായിരിക്കും കേട്ടോ. അതാ കണ്ടില്ലേ, ഒരുപാട് ടൈപ്പ് ബാഗ്സ് ഇവിടെ നല്ല ഭംഗിയുള്ളത് കേട്ടോ. നമുക്കൊക്കെ എന്താ പറയുക, ഇത്തരം ബാഗ്സ് എടുത്ത് നടക്കാൻ വേണ്ടിയിട്ട് നല്ല ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ടൈപ്പൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് നല്ലൊരു സംഭവം തന്നെയായിരിക്കും. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും കേട്ടോ. ബാഗിൻ്റെ തന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ. അതിൻ്റെ കൂട്ടത്തിൽ നല്ല നല്ല അടിപൊളി ഡെക്കർ ഐറ്റംസും ഇവിടെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഇപ്പോഴത്തെ ആ ഒരു സ്റ്റൈലിൽ നമുക്ക് അടിപൊളിയായിട്ട് ഡെക്കർ ചെയ്യാൻ പറ്റിയ ഐറ്റംസാണ്. ഇതുപോലെ ചപ്പൽസിൻ്റെ ഒരു വലിയ ശേഖരം തന്നെ ഇവിടെയുണ്ട്. നല്ല ഭംഗിയുള്ള, എനിക്കിങ്ങനത്തെ ചപ്പലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ഒരു ഷൂ ടൈപ്പ് വരുന്നത് എനിക്ക് കണ്ടില്ല, മേൽപോട്ടുള്ള ഒരു ഷൂ വരുന്നതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനതെന്തോ വാങ്ങിക്കാൻ വേണ്ടി പോയിരുന്നില്ല കേട്ടോ. പൊതുവേ ഞാൻ ഫ്ലാറ്റ് യൂസ് ചെയ്യുന്നത് വളരെ കുറവാണ്. കാരണം നല്ല ഹൈറ്റ് കുറഞ്ഞ ഒരാളാണ് ഞാൻ, അതുകൊണ്ടാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫ്ലാറ്റ് ചപ്പൽസ് യൂസ് ചെയ്യാൻ. എന്നാലും തീരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ചപ്പൽസ് ഞാൻ യൂസ് ചെയ്യാറില്ല. അതെനിക്ക് എന്താ പറയുക, കുറച്ച് ഹൈറ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ കുറച്ചധികം ഹീൽസ് തന്നെയാണ് മിക്കപ്പോഴും യൂസ് ചെയ്യുന്നത്. കരകൗശല വസ്തുക്കളുടെ ഒരു നല്ല അടിപൊളി ശേഖരമുണ്ട്. ഇതൊക്കെ കണ്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ പ്രത്യേകിച്ച് ഈ ഒരു ആർട്ടിൻ്റെ ഇതിൽ എനിക്ക് കുറച്ച് എന്താ പറയുക ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഫീൽഡ് തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഒരു പ്രത്യേക ഇഷ്ടമാണ് കാണാനായിട്ട്. അപ്പോൾ ഞാൻ അതൊക്കെ നിങ്ങൾക്കും കൂടെ കാണാനായിട്ട് വീഡിയോ എടുത്ത കേട്ടോ. നമ്മുടെ റിജുവേട്ടന് ഇതാ ഇവിടെ ഓടക്കുഴലൊക്കെ വായിച്ചിരിക്കുന്നുണ്ട്. എനിക്ക് വളരെയധികം അറ്റാച്ച്മെൻ്റ് ഉള്ളതും വളരെയധികം ഇഷ്ടവുമുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് നമ്മുടെ ഓടക്കുഴൽ എന്ന് പറയുന്നത്. കാരണം എൻ്റെ അച്ഛൻ നന്നായിട്ട് ഓടക്കുഴൽ വിളിക്കും. അച്ഛൻ്റെ കയ്യിൽ ഒരുപാട് ഓടക്കുഴലിൻ്റെ ശേഖരം തന്നെ ഉണ്ട് കേട്ടോ. അച്ഛൻ നന്നായിട്ട് കുഴൽ ഊതുന്ന ആളാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആണ് ആ ഒരു സംഭവം. ആരായാലും അത് വായിക്കുന്നത് കേൾക്കാനും ഒക്കെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് ഓരോരോ ഐറ്റംസ് ആയിട്ട് കാണിക്കാം നിങ്ങൾക്കായിട്ട്. ഞാൻ ഈ കാണിച്ചതിൽ ആ ബാഗുകളൊക്കെ ഒരുപാട് പേർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു മിറർ കണ്ടോ, നല്ല ഭംഗിയുണ്ട് അവിടെ കാണാൻ തന്നെ. നമ്മൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കാണാൻ നല്ല ഭംഗിയുള്ളതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ എടുത്തു വെച്ചിട്ട് തന്നെ കുറേ ആയി. കാരണം നമ്മുടെ വാൻശാലൻ്റെ ട്രിപ്പിൻ്റെ ഫസ്റ്റ് പാർട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ചാനലിൽ ഓൾറെഡി അപ്ലോഡഡ് ആണ്. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് സത്യത്തിൽ ഇത്. ഒത്തിരി ലോങ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ആ സമയത്ത് എന്തോ എനിക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. പിന്നെ അതങ്ങനെ എൻ്റെ ഗ്യാലറിയിൽ തന്നെ ആയി. ഈ ഒരു കിളിയിലൊക്കെ കണ്ടോ, നല്ല ഭംഗിയുണ്ടത് കാണാനായിട്ടായിരുന്നു. വളരെ ക്യൂട്ടായിട്ടുള്ളൊരു സംഭവം. പിന്നെ ഇതാ കുറേ ഷേർട്സും അങ്ങനത്തെ കുർത്ത അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ.
പക്ഷിയുടെ സൗണ്ട് വരും. അതെയോ? അതിങ്ങനെ കൊണ്ടിലെത്തിക്കുന്ന സാധനല്ലേ ഇവ കഷ്ടപ്പെടും. ഞാൻ പാക്കറ്റിൽ ഇട്ടാട്ടെ സാധനം. ഇത് നല്ല സംഭവമായിരുന്നല്ലോ. കാരണം നമുക്ക് പണ്ടൊക്കെ ഉത്സവപ്പറമ്പിലൊക്കെ ഇതിൻ്റെ ചെറിയൊരു വേർഷൻ നമ്മൾ കാണാറുണ്ടായിരുന്നല്ലേ, പ്ലാസ്റ്റിക്കിലൊക്കെ ആയിട്ട്. ഇതിപ്പം ഒരു മരത്തിൻ്റെ ഇതിൽ ഇത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗെയിമാണ് കേട്ടോ ഇത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെയൊക്കെ സെറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. ഒരു സാധനം മനസ്സിലില്ലേ, ചിക്കൻ സെറ്റ് ഈ ഒരു കുഞ്ഞു മോളുണ്ടല്ലോ, വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു കേട്ടോ. കാണാനൊരു പ്രത്യേക ഐശ്വര്യം ഉണ്ടായിരുന്നു ആ കുട്ടിയുടെ മുഖത്ത്. മല കയറാൻ വേണ്ടി മാലയൊക്കെ ഇട്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ആ കുട്ടിയുടെ ഫേസ് കാണാനായിട്ട് കേട്ടോ. അതാണ് ഞാൻ അതിനെ പ്രത്യേകം വീഡിയോ എടുത്തത്. അതിന് മുന്നിൽ പോയിട്ട് പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റത്തില്ലല്ലോ. അങ്ങനെ നമ്മളിതാ തിരിച്ച് നടക്കുകയാണെന്ന് തോന്നുന്നത്. കുറേ നാളായിട്ട് എടുത്തു വെച്ച വീഡിയോ ആയതുകൊണ്ട് തന്നെ തിരിച്ച് നടക്കുന്നതാണെന്നൊന്ന് ഉറപ്പില്ല കേട്ടോ. എടുത്തു വെച്ചത് കൊണ്ട് തന്നെ എനിക്ക് ഓർമ്മയില്ല പലതും. പിന്നെ ഇതിൻ്റെ ഓരോരോ ഭാഗത്തായിട്ട് അങ്ങോട്ട് പോയാലും ഇതുപോലെ ഷോപ്പിങ്ങിൻ്റെ ഏരിയ തന്നെയാണ്. ഏത് ഭാഗത്ത് പോയാലും എന്താ പറയുക, ഷോപ്പ് ചെയ്യാനുള്ള ഇത് തന്നെയാണ് കേട്ടോ മൊത്തം. ആരോ ഒരാൾ എന്തോ കാര്യത്തിന് വേണ്ടിയിട്ട് ഇതല്ല അതാക്കണം ഇതൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്താണെന്നുള്ളതൊന്നും എനിക്കിപ്പോൾ ഓർമ്മയില്ല കേട്ടോ. എന്തായാലും നല്ല രസമായിരുന്നു എല്ലാവരുടെയും കൂടെ ഇങ്ങനെ വെറുതെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട്. പിന്നെ ഇതാ പഴയ കാല മിഠായികളാണ് കേട്ടോ. നമ്മൾ ഇപ്പം നമ്മുടെ നാട്ടിലൊന്നും കണ്ടുവരാത്ത കുറേ ഐറ്റംസ്, അതായത് പണ്ട് നമ്മളൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ചെറിയ കുട്ടികളായിരുന്നപ്പോൾ കണ്ട കുറേ വെറൈറ്റീസ് ഞാൻ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഈ ഒരു ചൂട്ടത്ത് നടന്നതിൻ്റെ ക്ഷീണം തീർക്കാൻ വേണ്ടി നമ്മളിതാ ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരാവശ്യമില്ലെങ്കിൽ കൂടി നമ്മൾ ചില സാധനം വാങ്ങാറുണ്ടല്ലേ ചില പ്രത്യേക നിമിഷത്തിൽ. അങ്ങനെ ഒരു സാധനമാണ് കേട്ടോ. നമുക്ക് ഈ ഒരു സാധനം ഒരാവശ്യമില്ലായിരുന്നു വാങ്ങേണ്ടത്. പക്ഷേ ആ കുട്ടി ഇങ്ങനെ വെയിലത്ത് നടന്ന് നമ്മുടെ കയ്യിൽ വാങ്ങിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം തോന്നി എല്ലാവർക്കും. അങ്ങനെയാണ് കേട്ടോ. അതിൽ നിന്ന് കുറച്ചധികം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തിരിച്ച് സ്റ്റേ ചെയ്ത് ഹോട്ടലിലേക്ക് പോവുകയാണ്. അങ്ങനെ അവിടെ നമുക്ക് നടക്കാനുള്ള ദൂരം മാത്രമേ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നടന്നിട്ട് നമ്മൾ അങ്ങനെ പോവുകയാണ്. അച്ഛനും ഞാനും ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി എന്നുള്ളതൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ബാക്കിലെങ്ങാനും ഉണ്ടാകുമായിരിക്കും. അങ്ങനെ നമ്മൾ അവിടെ എത്തി കുറച്ച് സമയം എല്ലാവരും ഇങ്ങനെ വിശ്രമിച്ചിരുന്നു. കുറേ വർത്തമാനം കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇരുന്നു. നമ്മുടെ നാട്ടിൽ നിന്ന് പോയ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു എല്ലാവരും കൂടെ ആയിട്ട് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടി. ഇനി നമ്മൾ ഇവിടുന്ന് പെട്ടെന്ന് ഇറങ്ങിയിട്ട് നമുക്ക് അടുത്ത സ്ഥലത്തേക്കുള്ള യാത്ര നമ്മളിതാ തുടങ്ങാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അങ്ങനെ നമ്മളിതാ ബസ് വിട്ടിട്ടുണ്ട്. അടുത്ത സ്ഥലങ്ങളൊക്കെയും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഒത്തിരി കാണാൻ ആഗ്രഹിച്ച സ്ഥലങ്ങൾ തന്നെയാണ് കേട്ടോ. പക്ഷേ അത് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. കാരണം ഇപ്പം തന്നെ ഓൾമോസ്റ്റ് 25 മിനിറ്റ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി ലെങ്തായി പോയില്ലേ വീഡിയോ. അപ്പോൾ അടുത്ത പാർട്ടായിട്ട് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിലൊക്കെയുള്ള കാര്യങ്ങൾ എന്താണ്. നെറ്റവും ഞാൻ എന്താ പറയുക പോകണമെന്ന് ആഗ്രഹിച്ച ഒരു സ്ഥലത്താണ്.
അടുത്ത ഇതിൽ നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അങ്ങനെ ഇതാ പോകും വഴിയിൽ ഇതാ നല്ല അടിപൊളി ഒരു ഹിൽ കണ്ടപ്പോൾ നമ്മൾ വീഡിയോ എടുത്താണ്. നല്ല രസമുണ്ടല്ലേ അത് ഹിൽസ് കാണാൻ വേണ്ടിയിട്ട്. അതിങ്ങനെ നോക്കി യാത്ര ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ മൈൻഡൊക്കെ വേറൊരു ലോകത്തേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുന്ന പോലെയാണ് കേട്ടോ. എനിക്ക് ഇത്തരം പ്രകൃതി രമണീയമായ സ്ഥലങ്ങളിലൊക്കെ പോകുന്നത് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. എല്ലാവർക്കും ഇതുപോലുള്ള ഫീലിങ്സ് ഒക്കെ ഉണ്ടാവുമെന്ന് അറിയില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇവിടം കൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അടുത്ത പാർട്ട് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ ഒരു ട്രിപ്പിൻ്റെ ഫസ്റ്റ് വ്ളോഗ് ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഫസ്റ്റ് പാർട്ട്. അത് കാണാത്തവർ തീർച്ചയായും കാണാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഗൈസ്, ബൈ ബൈ, സ്റ്റേ ഹാപ്പി.